മഴക്കാല രോഗങ്ങൾ. മഴക്കാലത്ത് രോഗം പടരുന്നത് കൂടുതലായും വെള്ളത്തിലൂടെയും കൊതുക് വഴിയും വായുവിലൂടെയാണ്. മലിനമായ വെള്ളത്തിലൂടെ പടരുന്ന രോഗങ്ങളാണ് കോളറ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം, എലിപ്പനി, വയറിളക്കം പോലുള്ളവ. ഇതൊക്കെ പടരുന്നതാണ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. പ്രത്യേകിച്ച് ചൂടുള്ള വെള്ളത്തിൽ സാധാരണ വെള്ളം ചേർത്ത് കുടിക്കാതിരിക്കുക. മലിനമായ വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക. കൈകൾ വൃത്തിയായി ഭക്ഷണം കഴിക്കുന്നതിന് സോപ്പ് ഉപയോഗിച്ച് കഴുകുക. തണുപ്പിച്ച ഭക്ഷണം പിന്നീട് കഴിക്കുമ്പോൾ നന്നായി തിളപ്പിച്ചതിന് ശേഷം മാത്രം കഴിക്കുക. ഈച്ച വരുന്നത് തടയാൻ ഭക്ഷണം അടച്ചു വെക്കുക. എലിപ്പനി സാധാരണയായി പകരുന്നത് എലിമൂത്രം കലങ്ങിയ വെള്ളത്തിൽ ഒരാൾ ഇറങ്ങുമ്പോൾ അയാളുടെ കാലിൽ മുറിവോ മറ്റോ ഉണ്ടെങ്കിൽ അതുവഴിയാണ് എലിപ്പനി പടരുക. അതുകൊണ്ട് തന്നെ എലി വളരാനുള്ള സാഹചര്യം ഒഴിവാക്കുക. എലി കൂടുതലായിട്ടും വളരുന്നത് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉള്ള സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ ബാക്കി വന്ന ഭക്ഷണം പ്രോപ്പറായി ഡിസ്പോസ് ചെയ്യുക. കൊതുക് വഴി വരുന്ന രോഗങ്ങളാണ് ചിക്കൻ ഗുനിയ, ഡെങ്കി, ജപ്പാനീസ് എൻസെഫലൈറ്റിസ്, മലമ്പനി പോലുള്ളവ. ഇത് തടയാൻ കൊതുക് വളരാനുള്ള സാഹചര്യം ഒഴിവാക്കുക. വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അത് അനുവദിക്കാതിരിക്കുക. മോസ്കിറ്റോ നെറ്റ് അല്ലെങ്കിൽ ക്രീം പോലുള്ളവ ഉപയോഗിക്കുക. കൊതുക് കടി ഏൽക്കാതിരിക്കാൻ ഡ്രസ്സ് ധരിക്കുമ്പോൾ ദേഹം മറിയുന്ന വിധം ധരിക്കുക. വായുവിലൂടെ പകരുന്നതാണ് സാധാരണ ജലദോഷപ്പനികൾ അല്ലെങ്കിൽ ടോൺസിലൈറ്റിസ്, ഫാരിഞ്ചൈറ്റിസ് പോലുള്ളവ. ഇത് വരാതിരിക്കാൻ മഴത്ത് ഇറങ്ങുന്നത് കഴിയുന്നതും ഒഴിവാക്കുക. മഴത്ത് ഇറങ്ങുമ്പോൾ കുട ചൂടുക. കുളിച്ചു കഴിഞ്ഞാൽ മുടി നന്നായിട്ട് തോർത്തുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മഴക്കാല രോഗങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാവുന്നതാണ്. താങ്ക് യു.